ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആട്ടോ. പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മുഴുവൻ കാണണം, അഭിപ്രായം പറയാൻ മറക്കരുതേ. കണ്ട എല്ലാ ആക്രി എല്ലാം പേർക്ക് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാ അല്ലേ കുഞ്ഞുട്ടി? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാ. ഇടിച്ചില്ലേ? തല ഇടിച്ചില്ലേ? ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് നല്ല ഓർമ്മകൾ നൽകാറുണ്ട് അല്ലേ? എൻ്റെ കുട്ടിക്കാലത്തെ ഓരോ ക്രിസ്മസും എനിക്ക് ഒത്തിരി ഓർമ്മകൾ നൽകിയിട്ടുണ്ട്. അവയെല്ലാം ഇപ്പോഴും എൻ്റെ ഓർമ്മകളുടെ ഇടയിൽ നിറവസന്തം ചാർത്താറുമുണ്ട്. അപ്പം ഇന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുക കേട്ടോ. അവരുടെ വലിയൊരു ആഗ്രഹമാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് ഒന്നുമില്ല കേട്ടോ. അമ്മ മരിച്ച് 40 ദിവസം ആവുന്നതേ ഉള്ളേ. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസും ആഘോഷവും ഒന്നും ഇല്ലാണ്ട് ഇച്ചിരി സങ്കടമായ അവസ്ഥയിൽ പോവുക കേട്ടോ. എന്നാലും മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അല്ലേ? അവർക്ക് വേണ്ടിയില്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നൊരു ട്രീ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ഉള്ള ആഗ്രഹം എല്ലാം പെറുക്കിയിട്ടിരിക്കുകയാണ്. ചാർട്ട് പേപ്പറൊക്കെ ഓക്കെ. ഹലോ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പിള്ളേർ ഭയങ്കര ഒച്ചപ്പാടാണ്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരി, എന്ന് ഞാൻ ഇവർക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചെറിയ ആൾ ഇവിടെ കിടന്നിട്ട് തലകുത്തി മറിയുക, കളിപ്പാട്ട് തലകുത്തി മറിയുക. അപ്പോൾ ഇത് കൊച്ചുണ്ണിന്റെ ഗിഫ്റ്റിന്റെ കവറാട്ടോ. ഇത് നമ്മൾ ഫുഡ് മേടിച്ച കവറും കൂടി കബാബ് മേടിച്ച ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ബാഗിന്റെ കവറ്, മരുന്നിന്റെ കുപ്പിന്റെ ബോക്സ്, കുറച്ച് കാലി മാച്ച് ബോക്സ് 2 ഒരു സ്റ്റാർ, ഗ്ലിറ്റർ വൈറ്റ് സ്റ്റാർ, ഒരു ടേപ്പ്, ഒരു പശ, 2 സ്റ്റിക്സ്, ചാർട്ട് പേപ്പർ, ഒരു ബോക്സ്, ഒരു ബേക്കറിന്റെ കവർ, ഒരു ബണ്ണിന്റെ കവർ. ഉള്ള വേസ്റ്റ് മുഴുവൻ കടിച്ചിട്ട് ഓടും. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാ സാന്താക്ലോസ് കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മൾ സാന്താക്ലോസിന്റെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. തുമ്മത് ഇഷ്ടമായോ? അപ്പൊ എന്തായാലും കൊച്ചുണ്ണിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഇത് കണ്ടാണ് ഒന്നാമത് നമുക്ക് ഇത് ട്രീ ഉണ്ടാക്കാന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ ഇത് മാത്രമാണ് നമ്മുടെ നമ്മള് വേറെ സ്റ്റാറ്റസ് ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ക്രിസ്മസ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഇതാ ട്രീ. ഒരു വലിയ ട്രീ ഓൾറെഡി ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഞങ്ങൾ കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഇത് ഡാർക്ക് ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അപ്പൊ അതിരിപ്പുണ്ട്. അപ്പൊ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി. ഇതിന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെൽസ് അല്ലേ? ബെല്ല് ഉണ്ടാക്കി. അപ്പൊ ബെൽ ഈ ഒരു ബെൽസ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടു വിശ്വസിക്കുന്നത്. പിന്നെന്താ സ്റ്റിക്സ് ഇതും ഉണ്ടാക്കിയതാട്ടോ. പിന്നെ നമ്മളുടെ ഏഞ്ചലൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഡ്രോയിങ് ചെയ്യാൻ എനിക്ക് വശമല്ല കേട്ടോ. എന്നാൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ഉണ്ടാക്കേണ്ടത്? ട്രീ ആയി, സാന്താക്ലോസ് എല്ലാം ആയി. അപ്പൊ നമുക്കിനി വേണ്ടത് ഗിഫ്റ്റ് വേണമല്ലോ, ചോട്ടി വെക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞി തീപ്പെട്ടി എടുത്തിട്ടോ. ഈ തീപ്പെട്ടി വെച്ചിട്ടാണ് ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത്. ആ തീപ്പെട്ടിന്റെ ബോക്സ് എംറ്റി പറഞ്ഞില്ല. ഓ, അപ്പം അത് വെച്ചിട്ടായിട്ടുണ്ടാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ഇതിൽ ഇങ്ങനെ പൊതിഞ്ഞ കേട്ടോ. പൊതിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ചെറിയ ചെറിയ ഗിഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കാം. പിന്നെ എന്താ പറയാ, വേറെ അത് ഡിഫറെന്റ് ടൈപ്സ് ഷേപ്സ് മീൻസ് ലെങ്ത്തിലും വിഡ്ത്തിലുള്ള ബോക്സ് ആണ് എടുത്തത്. വേറെ ഇതിന്റെ
ഇച്ചിരൂടെ വലുതാട്ടോ ഇത്. അപ്പൊ ഇത് പറഞ്ഞുണ്ടാക്കാം. ഇത് നമുക്ക് ബൾബിന് വെച്ചുണ്ടാക്കാം. ഇത് വെച്ചിട്ട് വേറൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഇത് ചുമ്മാ ചോട്ടി വെക്കാനുള്ളതല്ലേ, ഇതിന്റെ ഷേപ്പ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ഈ മരുന്നിന്റെ ബോക്സാ. അപ്പം ഇത് വെച്ചുണ്ടാക്കാം. അതുകൊണ്ട് നമുക്കൊരു വീടുണ്ടാക്കി വെക്കാം. ഇത് കേക്കാട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ബ്രദർ ഉണ്ട്, കിരൺ എന്ന് പറഞ്ഞ ബ്രദർ. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് കിട്ടിയത് കേട്ടോ. ഒരാഴ്ച ഒരാഴ്ച 1 വീക്ക് ബിഫോർ കിട്ടിയത് കേക്കിന്റെ കവറാട്ടോ. അത് വെച്ച് നമുക്കൊരു കുഞ്ഞു വീടുണ്ടാക്കി സൈഡ് വെക്കാം കേട്ടോ. ജസ്റ്റ് കവർ പൊക്കിയിട്ട് ഒരു എന്താ പറയാ, ഇവിടെ എന്താ ഒരു വിൻഡോ, 2 വിൻഡോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വരയ്ക്കല്ല, ജസ്റ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ഇതൊരു വീടായിട്ട് നമുക്ക് സൈഡിൽ വെക്കാം, ട്രീന്റെ സൈഡിൽ. അപ്പൊ നമുക്ക് ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിട്ട് കാണിക്കാം കേട്ടോ. ചാട്ട് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം. ചാട്ട് പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുമ്പോ കാണാം കേട്ടോ. ഇടയ്ക്കൊക്കെ കാണിച്ചു തരാവേ. എല്ലാം കാണിക്കല്ലോ. ഒത്തിരി എന്തായി പോയല്ലോ വീഡിയോ അല്ലേ. ഒരാളോട് വെറുതെ കുത്തിരിക്കുക. അവന്റെ പേരാണ് കൊച്ചുണ്ണി. കൈ മുറിച്ച് കളയല്ലേ. ഞങ്ങളിതാ ഈ സ്റ്റെപ്പിന് ചോട്ടിലോട്ടോ ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിച്ചേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങളിത് മുറിക്കട്ടെ കേട്ടോ, പേപ്പറൊക്കെ മുറിക്കട്ടെ, ഇത് കാണിക്കാം. ഞങ്ങളിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്നിട്ട് ചുറ്റി അതുപോലെ ആക്കിയേ. കുഞ്ഞുണ്ണി ഇരുന്നിട്ട് സെല്ലോ ടേപ്പ് വെട്ടിട്ട് കിട്ടുന്നില്ല, ഒട്ടി പോവാ. അപ്പൊ എനിക്ക് പറഞ്ഞ ഒട്ടി പിടിച്ചു 2 എണ്ണമായിട്ട്, അത് എടുത്ത് കളഞ്ഞു. എന്ത് കിട്ടി? സ്റ്റിക്കർ. നീ എല്ലാം പറിച്ചു കളയേണ്ടി. സെല്ലോ ടേപ്പ് വെട്ടിട്ട് അവന്റെ തൊണ്ടയിൽ തന്നെ ഒട്ടിച്ചു നോക്കണം. എന്നിട്ട് കിടന്ന് വലിച്ചു പറിക്കുമ്പോ അറിയാം എന്താ ചെയ്യണ്ടേ. മ്യൂസിക് ഇട്ടത് എനിക്ക് കരഞ്ഞല്ല, മ്യൂസിക് ഇട്ടതാണ്. അപ്പൊ എന്റെ ചിരുവികളെല്ലാം ഒട്ടിപ്പോവും. എന്തൊട്ടിപ്പോവും? കൈ തട്ടിയാണ് പോയാലേ. നീ കൈ മുറിക്കരുത്, എന്ത് മുറിച്ചാലും വേണ്ടിയില്ല. കൈ മുറിച്ച് ഞാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ കവറാട്ടോ. നീ എല്ലാം ട്രൈ ചെയ്യാം. ഒരാളോട് ട്രൈ ചെയ്തെല്ലാം നശിപ്പിക്കുക. നമ്മൾ ഉണ്ടാക്കുക, തുമ്മൽ നശിപ്പിക്കുക അല്ലേ. തൊടയിലൊട്ടിച്ചിട്ടുണ്ട്. ഈ തൊട പണി കഴിഞ്ഞോ? തുമ്മന് ഉള്ളത് നമ്മൾ ഉണ്ടാക്കുക, തുമ്മൻ നശിപ്പിക്കുക. ഒരു സാധനം കൊള്ളില്ല ഈ കൊച്ചുണ്ണിന്റെ. അങ്ങനെ പറയില്ലേ. എല്ലാം ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം നേരത്തിടും, അടിപ്പാടെല്ലാം നേരത്തിടും. നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം നാശാക്കിയിടും. ഗിഫ്റ്റ് എടുക്ക. അങ്ങനെ ഞങ്ങൾ 3 ഗിഫ്റ്റ് റെഡിയാക്കി കഴിഞ്ഞു. 4ാമത്തെ ഗിഫ്റ്റ് ഞങ്ങൾ ഇപ്പൊ റെഡിയാക്കി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ബോക്സ് എല്ലാം പോയിട്ടോ. ഇത് ടെക്സ്റ്റൈൽ ഷോപ്പിലാട്ടോ. ഇത് ഇങ്ങനെ കബാബ് മേടിച്ച് കിട്ടിയതന്നെ. ഇത് കൊച്ചുണ്ണിന്റെ. അപ്പൊ ഇത്രയൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടോ, ചുറ്റി പൊതിഞ്ഞ് വെച്ച് ഉണ്ടാ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കണം. ബോ ഉണ്ടാ. ഞാൻ ഗിഫ്റ്റ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നൊരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടായിരുന്നു നിങ്ങള്? ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്ന സാധനം ഇട്ടിട്ടുണ്ട്. നീ കണ്ടിട്ടില്ല? നമുക്ക് മിഠായി പോലത്തെ ഉണ്ടാക്കി കേട്ടോ. പഞ്ഞി എടുത്തിട്ടുണ്ടാക്കാം കേട്ടോ. കടലാസ് വെച്ചിട്ട്. എന്താ തുമ്മ? മിഠായി. എന്ത് ഗിഫ്റ്റ്? മിഠായി. അതിൽ പഞ്ഞിയ മിഠായി ഇല്ല. അവിടെ ആ ട്രീൻ്റെ അടുത്ത് വെക്ക്. ഒരാൾ ഇപ്പോഴേ ട്രീ ഒരുക്കി തുടങ്ങിയിട്ട് അവിടെ. ഇവിടെ വെക്കാം. വീടിതോ ഇത് കൊടുക്കാം. അപ്പൊ മിഠായി 2-3 ബോക്സസ് ഒക്കെ കവർ ചെയ്ത് വെച്ചിട്ടു. അപ്പൊ പിന്നെ ഒരു ചെറിയൊരു കുപ്പി ഉണ്ട്, ഹോമിയോ മരുന്നിന്റെ കുപ്പിയാ. അപ്പൊ ഇതും കൂടെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് വെക്കാന്ന് വിചാരിച്ചു ഗിഫ്റ്റ് ആയിട്ട്. ഇതും കൂടെ പൊതിയാം. ഏത് കളർ വെച്ച് പൊതിയാം? സോക്സ് ഒക്കെ വെക്കില്ലേ, ആ സോക്സ് ആക്കി വെക്കാൻ വേണ്ടി റൗണ്ട് ഷേപ്പ് ആക്കി വെക്കാൻ.
ഇല്ല, ഇത് ഗിഫ്റ്റ് ആക്കി വെക്കാനാ മേളിൽ. ആ അതുകൊണ്ട് നമുക്ക് മാഗിന്റെ കവർ വെച്ച് പൊതിഞ്ഞ് വെക്കാം. പക്ഷേ അമ്മ ഒരു യെല്ലോ കളർ ഇത് വേണോ? റെഡോ അല്ലെങ്കിൽ ഓറഞ്ച് മറ്റേ ചിപ്സിന്റെ ഇത് വെച്ചാ ഇതെങ്കിൽ ഇത് വെച്ച് നമുക്ക് ആക്കാം, പൊതിഞ്ഞ് വെക്കാം. ഗിഫ്റ്റ് ഉണ്ടാക്കാനോ? ഇത് ഇഷ്ടപ്പെട്ടോ? ബോംബിന്റെ ഗിഫ്റ്റ് കാണിച്ചിട്ട് ബോംബ് വന്നതാ. ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് കുപ്പി വെച്ചിട്ട് അപ്പോൾ ബോംബിനെ പോലെ ആയിരുന്നു. എന്ത് പറയാനല്ലേ, ഇത് ബോംബാണോ? കൊച്ചു ബോംബ് കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്ത് ബോംബോ? ഓട്ടോ ബോംബോ? അപ്പൊ ചേട്ടൻ എത്രയാണെന്ന് പറ. ഇത് ഇങ്ങനെ എടുത്തോട്ടോ, ഒരു ഗിഫ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, വെറൈറ്റി. അപ്പൊ എന്റത് അങ്ങനെയുണ്ട്. അപ്പൊ എന്റത് അങ്ങനെയുണ്ട്. കുഞ്ഞുണി ഉണ്ടാക്കി കേട്ടോ. ഇതെന്താ കുഞ്ഞുണി? മാഗി പേപ്പർ എടുത്ത് എന്റെ മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ എടുത്ത് ബ്രെഡിന്റെ കവറാട്ടോ. നമുക്ക് ഈ വശം വെട്ടിയെടുത്ത് നമുക്ക് ടൈ ഉണ്ടാക്കി കുട്ടിക്കാം. നല്ല രസം വിചാരിക്കുന്നുണ്ടോ ആ ഡിസൈനിൻ്റെ? നമുക്കിത് വെറുതെ കളയാൻ തോന്നിയില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ടൈ ഉണ്ടാക്കി അതിന് മേളിൽ ഒട്ടിച്ചു കൊടുക്കും. ഒന്ന് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇതോടെ ഒട്ടിച്ചു കൊടുത്ത് വരണം. പൂമ്പാറ്റിരിക്കുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് എല്ലാം നമ്മളോട് റെഡി ചെയ്ത് വെച്ചു കേട്ടോ. ഇതാണ് ഗിഫ്റ്റ്. ഇങ്ങനെയൊക്കെയാണോ ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ വെറുതെ 2 ജനൽ പോലെയും വാതിൽ പോലെയും പൊട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഇതും കൂടെ വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് വീട് പോലെ ആക്കി എടുത്തിട്ടോ. ഗിഫ്റ്റ് വീടിൻ്റെ കലകളും കോലങ്ങളൊക്കെ ആകെ മറിഞ്ഞ് ഇതാണ് വീട്ടിലെ അവസ്ഥ. ഒരു വീടും കുറച്ച് ഗിഫ്റ്റും കൂടെ പോയിഞ്ഞപ്പോഴത്തേക്കും അല്ലേ തുമ്മ? എന്താ കട്ടിയ വീടൊക്കെ? വീട് അടിപൊളിയായോ? എന്ത് നിക്ക്, ഡോറ് വേണ്ടേ? അതെന്താ? അവര് ഡോറ് വേണ്ട, ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെക്കാനല്ലേ? അവൻ പറയും ഡോറ് അങ്ങനെ വെക്കണ്ട, അതിൻ്റെ ഗിഫ്റ്റ് അവരുടെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നില്ലെന്ന്. കൊച്ചുണ്ണിക്ക് അതാണ് പ്രശ്നം. അപ്പം ഗിഫ്റ്റ് അവിടെ അല്ല, ഗിഫ്റ്റ് ട്രീൻ്റെ ചോട്ടിലാണ് വെക്കുക, സാന്താക്ലോസിൻ്റെ അടുത്ത് കേട്ടോ. ആ സാന്താക്ലോസിൻ്റെ പോലെ അങ്ങനെ ആക്കിയിട്ട് നീ അല്ലേ 2 പീസ് സാന്താക്ലോസ്, 2 പീസ്, തല വേറെ ഉടൽ വേറെ. അപ്പോൾ ഇതാ. അപ്പോൾ ശരി, നമുക്കത് അറേഞ്ച് ചെയ്താലോ? അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഗിഫ്റ്റ് നമ്മൾ ഔട്ട് സൈഡിലാണ് വെക്കുന്നത്. അത് അവിടെ നിന്ന് പറിച്ചല്ലേ? അത് നമ്മൾ സൂത്രം കാണിച്ചില്ല എന്തിനാന്ന്. തുമ്മൻ പിണങ്ങി കേട്ടോ. തുമ്മ പിണങ്ങി കിടക്കുകയാണ്. വാതിൽ വെച്ച് തുമ്മന് ഇഷ്ടപ്പെട്ടില്ല വീട്ടിൻ്റെ ഉള്ളിൽ. അത് പറിച്ചെടുത്തത് കണ്ടോ, വീടിൻ്റെ തലയും പറിച്ചെടുത്തത്. ഇതാണ് തുമ്മൻ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വരച്ച ഒരു പിക്ചറായിരുന്നു കേട്ടോ. അത് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് വെട്ടിക്കളയട്ടെ. കാർബോർഡ് ബോക്സിൽ ചുമ്മാ വരച്ച് നോക്കിയതാണ്. ചുമ്മാക്ക് ബാക്ക്ഗ്രൗണ്ടായി വെക്കാം. എന്ത് കാണിക്കും കുഞ്ഞുണ്ണി? ഞാനൊന്നും കാണിക്കല്ല. ഒരാളുടെ ചെരുപ്പുണ്ട് ഊരിട്ടാണ് അവിടെ നോക്കിയേ. അത് നശിപ്പിച്ചാളല്ലേ തുമ്മ, കടിക്കില്ലത്. ഇനിയിപ്പോൾ വീടും പൊളിച്ച് കയ്യിലെടുക്കണം. നിൽക്കണേ വീട് ഞാൻ വേറെ കടലാസ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ, അത്രേ ചെയ്തോളൂ. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിക്ചർ എങ്ങനെ ഇടുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇത് ഞാൻ വരച്ചതാണ്. എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, വെറുതെ ഇരുന്നപ്പോൾ ഒരു രസം ഒന്ന് വരച്ചാൽ കേട്ടോ. വെറുതെ കാർഡ്ബോർഡ് ഭക്ഷണത്തിന് വേണ്ടി. ബേസ് കോട്ടൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ വരച്ചതാണ്. ശരി, ഒന്ന് മുറിക്കട്ടെ, ഈ സൈഡ് ഒന്ന് മുറിച്ച് കളയട്ടെ. അപ്പോൾ അത് നമ്മൾ ചുമരിൽ ഒട്ടിച്ച് ഒഴിച്ചിട്ട് ആ പിക്ചർ എന്നിട്ട് അതിൻ്റെ മേളിൽ ഇതിങ്ങനെ വെച്ചേ. എന്നിട്ട് നമുക്കിവിടെ താഴെ പഞ്ഞ് തറയ്ക്കണം കേട്ടോ. നമ്മുടെ ഇത് കോട്ടൺ. എന്തൊക്കെ തുമ്മൻ? അപ്പോൾ തുമ്മനായിട്ട് ഗിഫ്റ്റൊക്കെ പെറുക്കി വെക്കുന്ന ആള് വേണ്ടേ? ഇതെവിടെ തുമ്മ ഗിഫ്റ്റ് ഉണ്ടാവുക? മരത്തിൽ തുമ്പൻ്റെ ബോംബ് ഗിഫ്റ്റാന്ന് പറഞ്ഞത്, ബോംബാന്ന് പറഞ്ഞത്. അതും കൂടെ വെച്ചില്ലേ മോശമല്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഹാപ്പി മെറി ക്രിസ്മസ്.
ഗിഫ്റ്റ് വെച്ചു, സാന്താക്ലോസ് വെച്ച്, ഹാപ്പി അവിടെ വീട് വെച്ചു, ഇവിടെ ട്രീ വെച്ചു, അതിൻ്റെ ചുവട്ടിലും കുറച്ച് ഗിഫ്റ്റ് വെച്ച്. അപ്പോൾ അതാണ്ട് കോട്ടൺ വെച്ചു. മഞ്ഞായിട്ട്. മഞ്ഞയോ? മഞ്ഞയല്ല കൊച്ചേ, ഇത് മറ്റേ ഇത് സ്നോ. അതിനെന്താ പറയാ? സ്നോയ്ക്ക് എന്താ പറയാ? മഞ്ഞ്. ഹാപ്പി ക്രിസ്മസ്. അവന് ലൈറ്റ് ഇടാനുള്ള പരിപാടി. ലൈറ്റ് അവിടെ അല്ല കുത്തുന്നത്, ഇവിടെ കുത്തുന്നത്. ഹാപ്പി മേരി ക്രിസ്മസ്. അത് അവിടെ നിന്ന് കുത്താനാ? അത് കുത്ത്. നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കാം. ഒരാൾ അവിടെ വന്നിട്ട് ഇത് തിന്നാ. എന്താ തിന്നണേ റൂമ? എന്താ തിന്നണേ? എന്ത്? അപ്പൊ ഞാനും കൂടെ കഴിക്കായിരുന്നു. അതുകൊണ്ട് അമ്മ മറ്റേ ലൈറ്റ് എടുത്തെന്ന് വരാൻ പറഞ്ഞു. ഈ ലൈറ്റ് വേറെ വേറെ കളറാണ്. ലൈറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട്. പിള്ളേർക്ക് വിശന്നോട്ടെ. അപ്പോൾ അവർ പോയിട്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കായിരുന്നേ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നാളെ ലൈറ്റ് ഫിറ്റ് ആക്കാനും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനി ലൈറ്റ് ഇടണം കേട്ടോ. നമുക്ക് ലൈറ്റ് എടുത്തിട്ട് വരാം. അത് അതിനിപ്പം ചുരുട്ടി കൂട്ടണ്ട, ഞാൻ ചെയ്തോളാം. അല്ലെന്താ കുരുട്ടി കൂട്ടില്ല, ചുരുട്ടി കൂട്ടി ഞാൻ ചെയ്യല്ല. ഞാൻ അങ്ങനെ നേരെയാക്കാനാ. ഒരു വഴിയില്ല. ഇതാണ് അമ്മ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ. ഇതാണ് അമ്മ ഉണ്ടാക്കിയത്. ഗിഫ്റ്റ്സ്. ഇതും ഒരു ഗിഫ്റ്റ്സ്. ഇത് സാന്റാക്ലോസിൻ്റെ തൊപ്പി, താടി, മീശ, ബെൽറ്റ്, കൈ, അമ്മ ഉണ്ടാക്കിയ വീട്. ഇത് മൗണ്ടന്, ട്രീസ്, 3 സ്റ്റാർസ്. ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടാക്കിയത്? ഇത് കോട്ടൺ വെച്ചിട്ടുണ്ടാക്കിയതാണ്. എന്താണ്? സ്നോ ഉണ്ടാക്കിയതാണ് കോട്ടൺ വെച്ചിട്ട്. കൊച്ചുണ്ണി സന്തോഷായോ? എവിടെ സ്നോമാന്? കുഞ്ഞുണ്ണിക്ക് സ്നോമാനും കൂടെ വേണം പോലെ. സ്നോമാൻ ഉണ്ടാക്കണം. ഒരു ഉണ്ട ഷേപ്പാക്കി എടുക്കുക. ഉണ്ട ഷേപ്പ് റെഡിയായി. വേറെ ഉണ്ട ഷേപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കുഞ്ഞത്. അപ്പോൾ ഇതൊരു ബോഡി, ഇതൊരു ഹെഡ്. ലൈറ്റ് ലൈറ്റ് ശരിക്കും കത്തുന്നില്ല. ഇനിയിപ്പോൾ 2 പേർക്ക് ഇത് മതി കേട്ടോ. തുമ്മ ഹാപ്പി ആയോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ തുമ്മ ഇതിനകത്ത്? ക്രിസ്മസ് ട്രീ ആണോ, ഗിഫ്റ്റ് ആണോ, ഏതാ ഇഷ്ടപ്പെട്ട? ഏറ്റവും ബോംബാണോ, ലൈറ്റ് ആണോ, ഹാപ്പി ക്രിസ്മസ് ആണോ, ഇതാണോ, ഹൗസ് ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ തുമ്മ? ഇതാണോ ഇഷ്ടപ്പെട്ടെ? അപ്പോൾ ഇത് ബോംബോ. ബോംബാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബോംബല്ലമ്മ ഗിഫ്റ്റ് ഉണ്ടാക്കിയത്. ഇത് കണ്ടില്ലേ എന്റെ ഹാപ്പി മേരി ക്രിസ്മസിന്റെ കത്ത്. ഇത് ഇങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ 2 പേർക്ക് എത്തിട്ടോ പണി. തുമ്മ ലൈറ്റ് ഊതി കിടത്തുകയാണോ? ലൈറ്റ് ആരിലും ഊതി കിടത്തു തുമ്മ? ഡിസ്കോ ലൈറ്റ് ഇട്ടല്ലോ. എന്താ കത്താത്ത ലൈറ്റ് ഇല്ലേ? ഇച്ചിരി ലൈറ്റ് ഇല്ലേ? പല ലൈറ്റ് മാത്രം കത്തും. പല ലൈറ്റ് കത്തത്തില്ല. പല ലൈറ്റ് കത്തും. പല ലൈറ്റ് കത്തില്ല. അതുകൊണ്ടാണ് അവൻ കത്താത്ത ലൈറ്റ് ചെയ്യണവൻ. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഏറ്റവും ടോപ്പാട്ടോ. കണ്ടോ, വലിയൊരു ക്രിസ്മസ് ട്രീൻ്റെ ആണ്. സ്റ്റാറ്, പിന്നെന്താ ഈ ബെൽസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഡിസ്പോസിബിൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതുണ്ടോ ട്രീ, ഇതുണ്ടോ സ്റ്റിക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതിന് ലിങ്ക് ചെക്ക് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കേട്ടോ. എന്നാണ്ട് ഗിഫ്റ്റ് എല്ലാം ഇവിടെ പൊതിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സാന്താക്ലോസ് ഇതാണ്ട് ഇവിടെ നിൽക്കുന്ന വടിയെ കുത്തിപ്പിടിച്ച് നിൽക്കുക കേട്ടോ. മഞ്ഞിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇത് നമ്മുടെ വീടാട്ടോ. വീട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?
വീടിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബേക്കിലുണ്ട് ഒരു കുഞ്ഞു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇത് നമ്മുടെ പിക്ചർ എന്താ, കുറച്ച് മലയുടെ കുറച്ച് മഞ്ഞും താഴെ കുറച്ച് ട്രീസും പിന്നെ മേളിൽ ആകാശം, സ്റ്റാർ, മൂണ് അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിൻ്റെ എല്ലാ സൈഡിലും കണ്ടോ കുഞ്ഞിൻ്റെ ഇവിടെ എല്ലാവർക്കും വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ട് അവിടെ കണ്ട എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു പേനേൻ്റെ ഇതാട്ടോ, എന്താ പറയുക, പേനേൻ്റെ ഉള്ളിലെ ട്യൂബ് അതിനകത്ത് കുത്തി ഒട്ടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അതാണ്ടോ വീട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതെന്തായാലും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ക്രിസ്മസൊക്കെ ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെയൊക്കെ ജീവിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ പുൽക്കൂടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിള്ളേരുടെ സന്തോഷത്തിന്. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് പിള്ളേർക്ക് വിശക്കിട്ട് തോന്നുന്നു കേട്ടോ. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന പരിപാടിയിലാണ്. ഒന്നുമില്ല, ദോശ ഉണ്ടാക്കാം. രാവിലെ ദോശയായിട്ട് ഉണ്ടാക്കിയ പിള്ളേർ ദോശയായിട്ട് നന്നായിട്ട് കഴിക്കും. ദോശ ഇഷ്ടമല്ലേ? അപ്പൊ തുമ്മന് ദോശ ഭയങ്കര ഇഷ്ടം കേട്ടോ. നെയ്യൊക്കെ കഴിക്കും. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ആർക്കുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ചെയ്യുന്നു. അപ്പോൾ വിഷ് യു എ മേരി ക്രിസ്മസ്. ബൈ ബൈ.